Welcome, my dear friends. How are you? In the last session, we learned about the second type of if clause, which is used to talk about unreal situations in the present or future. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇഫ് ക്ലോസിനെ കുറിച്ച് പഠിച്ചു. അത് ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഭാവിയിലെ യാഥാർത്ഥ്യമല്ലാത്ത സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. Today we are moving forward to explore the third type of if clause, which focuses on unreal situations in the past. ഇന്ന് നമുക്ക് third type of if clause-നെ കുറിച്ച് പഠിക്കാം. The third type of if clause is used to talk about unreal or hypothetical situations in the past that did not happen. Third type of if clause നടക്കാതെ പോയ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. Now, let's get familiar with the structure of the third type of if clause. Third type of if clause ന്റെ structure വരുന്നത് ഇപ്രകാരമാണ്. If clause-ൽ if plus subject plus had plus V3 അഥവാ past participle form of the verb. Main clause-ൽ subject plus would have plus past participle form of the verb. ഇങ്ങനെയാണ് third type of if clause ന്റെ structure വരുന്നത്. Example, if I had studied harder, I would have passed the exam. ഞാൻ കൂടുതൽ അധ്വാനിച്ചു പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പരീക്ഷ പാസ്സാകുമായിരുന്നു. അതായത് ഞാൻ പൂർവ്വകാലത്ത് പ്രയത്നിച്ചില്ല, അതിനാൽ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥമാക്കുന്നത്. Here the if clause part, that is, if I had studied harder, expresses an unreal or hypothetical situation in the past. ഇവിടെ if clause-ന്റെ ഭാഗം കഴിഞ്ഞ കാലത്തിലെ യാഥാർത്ഥ്യമല്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇവിടെ verb phrase had plus V3 ആണ്. Studied is the past participle form of the verb study used after had in the if clause. If clause-ൽ studied എന്നുള്ളത് past participle ഫോമിലുള്ള verb form ആണ്. The main clause uses would have plus past participle to show the hypothetical result. Main clause അഥവാ result clause യാഥാർത്ഥ്യമല്ലാത്ത ഫലത്തെ സൂചിപ്പിക്കുന്നു. മെയിൻ ക്ലോസിൽ വേർബ് ഫ്രേസ് വുഡ് ഹാവ് പ്ലസ് V3 രൂപത്തിലാണ് വരുന്നത്. ഇവിടെ പാസ്ഡ് എന്ന വേർബ് V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലാണ്. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡർ, ഐ വുഡ് ഹാവ് അച്ചീവ്ഡ് മൈ ഗോൾസ്. ഞാൻ കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ലക്ഷ്യത്തിലെത്താമായിരുന്നു. അതായത് ഐ ഡിഡ്ന്റ് വർക്ക് ഹാർഡ് ഇൻ ദ പാസ്റ്റ്, സോ ഐ ഡിഡ്ന്റ് അച്ചീവ് മൈ ഗോൾസ്. ഞാൻ കഠിനമായി പ്രയത്നിച്ചില്ല, അതുകൊണ്ട് തന്നെ എന്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്താനും സാധിച്ചില്ല എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇവിടെ ഇഫ് ക്ലോസ് ഏതാണ്? ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡർ. ഇത് അൺറിയൽ കണ്ടീഷൻ ഇൻ ദ പാസ്റ്റ് അഥവാ കഴിഞ്ഞ കാലത്തെ യാഥാർത്ഥ്യമല്ലാത്ത അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിലെ മെയിൻ ക്ലോസ് ഐ വുഡ് ഹാവ് അച്ചീവ്ഡ് മൈ ഗോൾസ് എന്നതാണ്. ഇത് ഹൈപ്പോത്തറ്റിക്കൽ റിസൾട്ട് ഇൻ ദ പാസ്റ്റ്, അതായത് കഴിഞ്ഞുപോയ കാലത്തെ യാഥാർത്ഥ്യമല്ലാത്ത ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇഫ് ക്ലോസിലെ വർക്ക്ഡ് എന്നതും മെയിൻ ക്ലോസിലെ അച്ചീവ്ഡ് എന്നതും V3 ഫോമിലുള്ള വേർബ് ഫോമാണ്. ഇഫ് ദേ ഹാഡ് കോൾഡ് മീ, ഐ വുഡ് ഹാവ് ജോയിൻ ദ മീറ്റിംഗ്. അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മീറ്റിംഗിൽ പങ്കെടുക്കുമായിരുന്നു. എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? They didn't call me, so I didn't join the meeting. അവരെന്നെ വിളിച്ചില്ല, ഞാൻ മീറ്റിംഗിൽ പങ്കെടുത്തുമില്ല. ഇവിടെ ഇഫ് ക്ലോസ് ഏതാണ്? If they had called me. ഇതിൽ called എന്നത് V3 form of the verb ആണ്. മെയിൻ ക്ലോസ് I would have joined the meeting എന്നതാണ്. അതില് V3 form of the verb joined എന്നതാണ്. If we had taken an umbrella, we wouldn't have got wet. ഞങ്ങൾ ഒരു കുട എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ നനയുമായിരുന്നില്ല. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? We didn't take an umbrella, so we got wet. അതായത് ഞങ്ങൾ കുടയെടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ നനഞ്ഞു. ഇവിടെ ഇഫ് ക്ലോസ് ഏതാണ്? ഇഫ് വി ഹാഡ് ടേക്കൺ എൻ അംബ്രല്ല. ഇവിടെ ഹാഡ് ടേക്കൺ എന്നതാണ് വെർബ് ഫ്രേസ്. ഇതിൽ ടേക്കൺ എന്നത് V3 ഫോം ഓഫ് ദ വെർബ് ആണ്. മെയിൻ ക്ലോസ് വി വുഡിന്റ് ഹാവ് ഗോട്ട് വെറ്റ്. ഇവിടെ ഗോട്ട് എന്നുള്ളത് V3 ഫോമിലുള്ള വെർബ് ഫോം ആണ്. വുഡ് ഹാവ് ഗോട്ട് വെറ്റ് എന്നാൽ നനയുമായിരുന്നു. ഇവിടെ വുഡിൻ ഹാവ് ഗോട്ട് വെറ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡിന്റെ കൂടെ നോട്ട് ചേർത്തിരിക്കുന്നു. ഇത് നെഗറ്റീവ് റിസൾട്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. വുഡിന്റ് ഹാവ് ഗോട്ട് വെറ്റ് എന്നാൽ നനയുമായിരുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. If she had told the truth, they wouldn't have punished her.
അവൾ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ അവളെ ശിക്ഷിക്കുമായിരുന്നില്ല. എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? She didn't tell the truth, so they punished her. അവൾ സത്യം പറഞ്ഞില്ല, അതുകൊണ്ട് അവർ അവളെ ശിക്ഷിച്ചു. ഇതിലെ if clause ഏതാണ്? If she had told the truth. Main clause, they wouldn't have punished her. if clauseലെ V3 ഫോമിലുള്ള verb told ആണ്. main clauseലെ V3 ഫോമിലുള്ള verb punished എന്നതാണ്. If he had driven carefully, he wouldn't have had an accident. അവൻ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവന് അപകടം സംഭവിക്കുമായിരുന്നില്ല. എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? He did not drive carefully, so he had an accident. അവൻ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ അവന് അപകടം പറ്റി. ഇതിലെ if clause, if he had driven carefully. ഇതിൽ had driven എന്നതാണ് verb phrase. driven എന്നത് V3 ഫോമിലുള്ള verb form ആണ്. main clause, he wouldn't have had an accident. ഇവിടെ had എന്നത് V3 ഫോം അഥവാ past participle ആയി പ്രവർത്തിക്കുന്നു. If we had left earlier, we would have caught the train. ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടുമായിരുന്നു. അതായത് we didn't leave early, so we missed the train. ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി. ഇതിലെ if clause, if we had left earlier എന്നതാണ്. ഇവിടെ left എന്നതാണ് V3 ഫോമിലുള്ള verb form. We would have got the train എന്നതാണ് ഇവിടെ main clause. ഇതിൽ got എന്നതാണ് V3 ഫോമിലുള്ള verb. If I had known about the event, I would have attended it. എനിക്ക് പരിപാടിയെ കുറിച്ച് അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ അതിൽ പങ്കെടുക്കുമായിരുന്നു. അതായത് I didn't know about the event, so I didn't attend. ഞാൻ പരിപാടിയെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ പങ്കെടുത്തുമില്ല. ഇതിലെ if clause, if I had known about the event എന്നതാണ്. ഇതിലെ V3 ഫോമിലുള്ള verb known എന്നതാണ്. know എന്ന വെർബിന്റെ V2 ഫോം knew ആണ്. V3 ഫോം ആണ് known എന്നത്. മെയിൻ ക്ലോസ് I would have attended it. attended എന്നുള്ളത് ഇവിടെ V3 ഫോമിലുള്ള verb ഫോം ആണ്. If the weather had been better, we would have gone for a picnic. കാലാവസ്ഥ നല്ലതായിരുന്നുവെങ്കിൽ ഞങ്ങൾ പിക്നിക്കിന് പോകുമായിരുന്നു. ഇതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? The weather was bad, so we didn't go for a picnic. കാലാവസ്ഥ മോശമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പിക്നിക്കിന് പോയില്ല. ഇവിടെ if clause ഏതാണ്? If the weather had been better. ഇവിടെ been എന്നുള്ളത് V3 ഫോമിലുള്ള verb form ആണ്. ഇതിലെ മെയിൻ ക്ലോസ് ഏതാണ്? We would have gone for a picnic. ഇവിടെ gone എന്നത് V3 ഫോമിലുള്ള verb form ആണ്. If they had prepared well, they would have won the competition. അവർ നല്ല രീതിയിൽ തയ്യാറെടുത്തിരുന്നുവെങ്കിൽ അവർ മത്സരത്തിൽ വിജയിക്കുമായിരുന്നു. അതായത് they didn't prepare well, so they lost the competition. അവർ നല്ല രീതിയിൽ തയ്യാറെടുത്തില്ല, അതുകൊണ്ട് തന്നെ അവർ കോമ്പറ്റീഷനിൽ വിജയിച്ചില്ല. ഇതിലെ if clause ഏതാണ്? If they had prepared well. ഇവിടെ had plus V3 ഫോമിലുള്ള verb ആണ് വന്നിരിക്കുന്നത്. V3 ഫോമിലുള്ള verb ഇവിടെ prepared ആണ്. മെയിൻ ക്ലോസ് they would have won the competition എന്നതാണ്. ഇതിലെ verb phrase would have won ആണ്. ഇവിടെ won എന്നതാണ് V3 ഫോമിലുള്ള verb form. I hope the explanations were clear to you. My dear friends, now we have learned about all the 3 types of if clauses. നമ്മൾ ഇപ്പോൾ 3 തരം if clauseനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. The first type of if clause, also known as the first conditional, describes future situations that are possible or likely to occur. Second type for unreal situations in the present or future, and the third type for unreal situations in the past. ആദ്യത്തെ തരം if clause ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അവസ്ഥകളെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത് ഇപ്പോഴോ ഭാവിയിലോ ഉള്ള യാഥാർത്ഥ്യമല്ലാത്ത സാഹചര്യങ്ങളെ സൂചിപ്പിക്കാനും, മൂന്നാമത്തേത് കഴിഞ്ഞ കാലത്തെ യാഥാർത്ഥ്യമല്ലാത്ത സാഹചര്യം സൂചിപ്പിക്കുവാനും ആണ് ഉപയോഗിക്കുന്നത്. By understanding these structures, you can express conditions and results clearly in different contexts. ഈ ഘടനകൾ മനസ്സിലാക്കുന്നത് വഴി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ആശയവിനിമയം ശരിയായ രീതിയിൽ വ്യക്തമാക്കുവാൻ സഹായിക്കും. Keep practicing to master these forms. My dear friends, thank you for joining today's class.
If you find these lessons helpful, don't forget to subscribe to the channel, press the bell icon to receive notifications about new classes, and share these classes with your friends and others who might benefit from them. Your support encourages me to create more valuable content for you. Thank you once again and see you in the next class. Have a great day.